ഹലോ ഫ്രണ്ട്സ്, സ്നേഹപൂർവ്വം ഷാമയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇങ്ങനെ വരുന്നൊരു ഭാഗമാണ് ആദ്യമേ കാണിക്കുന്നത്. അങ്ങനെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, മറ്റാരോടും ഒന്നും പറഞ്ഞിട്ടൊരു കാര്യവുമില്ല, ഏട്ടനോടെങ്കിലും എല്ലാ കാര്യമൊന്നും തുറന്ന് പറയണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരുന്ന ഭാഗമായിട്ടാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് ഏട്ടനെ മേശപ്പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വന്ന് അങ്ങനെ വാതിൽക്കൽ നിൽക്കുന്ന സമയത്ത് ഏട്ടൻ ഫുഡ് കഴിക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ വരുന്ന സമാധാനം ഏട്ടനോട് പറയാമെന്ന് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഏട്ടനൊരു വെള്ളം കുടിക്കുന്ന സമയത്ത് ഒരു ചുമ പോലെ വരുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും പെട്ടെന്ന് പ്രിയങ്ക ഇവിടെ നിന്ന് ഓടി വന്നിട്ട് എന്ത് പറ്റിയേട്ടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെള്ളം കൊടുക്കുന്നുണ്ട്, കുറേ ഒഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറയണ്ട. അപ്പോൾ മുത്തശ്ശിനോട് പറഞ്ഞിട്ടുണ്ട് ഏട്ടൻ ഒറ്റയ്ക്ക് ഇരുന്ന് ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ കൂടെ ഉണ്ടാവണം, ഇങ്ങനെ സംഭവിക്കുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഏട്ടൻ ഒറ്റയ്ക്ക് ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കേണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ഏട്ടൻ ഫുഡ് കഴിക്കുമ്പോൾ ഞാനും കൂടി വരാമെന്ന് ഇങ്ങനെ പറഞ്ഞ് നോക്കുമ്പോൾ വരണം അപ്പുറത്ത് നിൽക്കണമെന്ന് ഒന്നും കൂടിയും ഏട്ടനോടുള്ള സ്നേഹം പോലെ പ്രിയങ്ക കാണിക്കുന്നുണ്ട്. ഏട്ടനോട് വല്ലാത്ത സ്നേഹം പോലെ കാണിക്കുന്നുണ്ട്. വീണ്ടും ഫുഡ് ഇങ്ങനെ എടുത്തിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞിട്ട് ഇനി ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഞാനും കൂടി വന്ന് നിൽക്കാമെന്നൊക്കെ ഇതൊക്കെ കേട്ടിട്ട് വരുന്ന ഒരു പുച്ഛത്തോടെ ഒപ്പത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വരുന്ന അവരടുക്കിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ പ്രിയങ്ക ചേട്ടനോട് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ചേട്ടന് സമാധാനമായുള്ളൂ, ചേട്ടന് ഏറ്റവും പ്രിയപ്പെട്ട ആളുള്ളത് വന്ന് ഞാൻ അങ്ങോട്ട് പോട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ ചോദിക്കുന്നുണ്ട്, നീ അവിടെ പോയിരുന്നതാ? ഞാൻ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളെ കാണാൻ പോയിരുന്നതാന്ന് ഇങ്ങനെ വരുൺ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വരുൺ വന്ന് ഏട്ടൻ്റെ ഏട്ടൻ്റെ കൈ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് ഏട്ടൻ പറയുന്നുണ്ട്, യു ആർ ലക്കി. എത്ര പെട്ടെന്ന് പ്രിയങ്ക നമ്മുടെ വീട്ടിൽ ഓരോരുത്തരുടെയും മനസ്സ് പഠിച്ചു വെച്ചത്. ഏറ്റവും നല്ല കുട്ടിയാവുള്ളൂ നമ്മുടെ വീട്ടിലേക്ക്, ഇതിൽ നല്ലൊരാളിനി വരാനില്ല എന്നിങ്ങനെ ഏട്ടൻ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സൂരജ് പറയുന്നുണ്ട്, എനിക്ക് ഇന്നലെ നിനക്കെന്താ സംഭവിച്ചതെന്ന് അറിയില്ല, പക്ഷേ മാണിക്യം കയ്യിൽ വെച്ചിട്ട് കനികൾ ചിലത് തേടി നീ പോയിരുന്നു. അപ്പോൾ വരുൺ ഏട്ടാന്നിങ്ങനെ വിളിക്കുന്ന ഏട്ടൻ, പക്ഷെ അതൊന്നും കേൾക്കുന്നില്ല കേട്ടോ. അവൾ ഈ വീടിനെ വേണ്ടവളെ ഒരിക്കലും ഞാൻ അനുഭവിച്ച പോലെ നീ അനുഭവിക്കാൻ പാടില്ല. അവളൊരിക്കലും വീട്ടിൽ നിന്ന് പറഞ്ഞേക്കാൻ പാടില്ല. അവൾക്ക് ഒരിക്കലും നീ കാണാനൊരു വിഷമം ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേട്ടപ്പോൾ വരുൺ പറയാൻ വന്ന കാര്യം വരുൺ പറയാതിരിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇതൊക്കെ ഒളിഞ്ഞ് നിന്ന് പ്രിയങ്ക കേൾക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പ്രിയങ്ക മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, വരുൺ നീ എന്നെ സ്നേഹിച്ചേ പറ്റൂ, നിന്നെ സ്നേഹിക്കുന്ന എല്ലാവരെയും ഞാൻ പതുക്കെ എൻ്റെ കയ്യിലെടുക്കുന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് പ്രിയങ്ക. കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് പ്രിയങ്കയ്ക്ക് ശരത്തിൻ്റെ കോൾ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ പ്രിയങ്ക ശരത്തിൻ്റെ കോൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ശരത്ത് ചോദിക്കുന്നുണ്ട്, എങ്ങനെ ഉണ്ടായിരുന്നു മണവാട്ടി ഇന്നലത്തെ ദിവസം, വരുണിൻ്റെ മനസ്സിൽ കയറി പറ്റിയോന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയും, വരുണിനോട് ഇതുവരെ ഒന്ന് സംസാരിക്കാൻ പോലും എനിക്ക് പറ്റിയിട്ടില്ല, ഇവിടെ നിൽക്കണത് കുറച്ച് പാടാന്ന് പറയുന്നത്, അത് എനിക്ക് പറ്റുമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ശരത്ത് പറയും, അതെനിക്കറിയാലോ നിനക്ക് പറ്റുമെന്നുള്ളത് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, വരുണിനോട് നമ്മുടെ സിനിമയുടെ കാര്യം പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞോന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്രിയങ്ക പറയും, ഒരു തരി നേരം പോലും ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റിയിട്ടില്ല ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ തന്നെയാണ് മനസ്സ് കീഴടക്കാൻ പറ്റുള്ളൂ, അതിപ്പോൾ ശ്രമിച്ചില്ലെങ്കിൽ പിന്നെ അതൊരിക്കലും പറ്റില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്രിയങ്ക പറയാം, അത് ഞാൻ എങ്ങനെയെങ്കിലും ഓരോരുത്തരുടെ മനസ്സിലേക്ക് ഇടിച്ച് കയറിയിട്ട് സ്ഥാനം പിടിച്ച് പറ്റിക്കൊണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ശരത്തിനോട് സംസാരിക്കുന്ന ഈ ഒരു ഭാഗത്താണ് കൽപ്പന ബാക്കിൽ നിന്ന് വന്നിങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ കൽപ്പന കേൾക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഫോൺ കട്ട് ചെയ്ത ശേഷം കൽപ്പനയെ നോക്കിയിട്ട് കൽപ്പന ഇങ്ങനെ പുച്ഛത്തോട് കൂടിയിട്ട് അവളെ നോക്കിയിട്ട് കഴിഞ്ഞു വന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പ്രിയങ്ക ചോദിക്കുന്നുണ്ട്, അതെന്ന് തുടങ്ങി ഒരാൾ പേഴ്സണലായിട്ട് സംസാരിക്കുന്നത്, ഒളിഞ്ഞ് കയറി നിന്ന് നോക്കണത്, ഒരു ചെറിയ വീട്ടിലായാൽ പോലും ഒരാൾ പേഴ്സണൽ കാര്യത്തിൽ ഒരാൾ ഇടപെടില്ല, നിങ്ങൾക്ക് ഇത്രയും കൾച്ചറില്ലെന്നിങ്ങനെ കൽപ്പനയെ പുച്ഛത്തോട് കൂടിയിട്ട് രാധിയെ ചോദിക്കുന്നുണ്ട്. കൽപ്പനയ്ക്ക് ഇത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്. ഞാൻ എൻ്റെ വീട്ടിലാണ് നിന്നാലും നിൻ്റെ അടുത്തേക്ക് ഞാൻ വന്നില്ല, നീ ആരോടൊക്കെ ഇണങ്ങണമെന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. കൽപ്പന പറയുന്നുണ്ട്, നീ മര്യാദക്ക് സംസാരിക്കണം, ഇന്നലെ ഇങ്ങോട്ട് കയറി വന്നതല്ലേ ഉള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പ്രിയങ്ക പറഞ്ഞ മര്യാദക്ക് സംസാരിക്കാൻ എത്ര പഴക്കം വേണമെന്നൊക്കെ ഇങ്ങനെ രാധികയും ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കൽപ്പന രാധികയോട് പറഞ്ഞു, വല്ലാണ്ട് പ്രിയങ്കയോട് പറഞ്ഞിട്ട് വല്ലാണ്ട് ഓവറാവണ്ട, പിന്നെ മുത്തശ്ശിയും അമ്മയും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ മനസ്സിൽ ഇത്ര വെച്ചാൽ മതി, അത് ഈ കൽപ്പനയോട് എടുക്കണ്ടെന്നിങ്ങനെ കൽപ്പന പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നീ പറഞ്ഞ ലക്ഷ്യമില്ലേ, അത് നീ ചിന്തിക്കുന്നതല്ല അപ്പുറത്ത് ഞാൻ ഈ കണ്ടുപിടിച്ചോളാം എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. നീ അപ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട്, ഏട്ടത്തിക്ക് ഒരു പണിയില്ലാത്തതുകൊണ്ട് ഈ ഇതൊക്കെ കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാണ്, ഒരു പണിയില്ലെങ്കിൽ ഏട്ടത്തിക്ക് ആ ചേട്ടൻ്റെ അടുത്ത് പോയിരുന്നിട്ട് ശുശ്രൂഷിക്കുകയും ഭക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്തോളൂ, എൻ്റെ ഈ പുറകെ നിന്ന് എൻ്റെ ലക്ഷ്യങ്ങൾ കണ്ടുപിടിക്കുന്നതിൽ എളുപ്പമല്ല അതൊക്കെ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും പ്രിയങ്കയെ അമ്മ വിളിക്കുന്നുണ്ട്. അപ്പോൾ ദേവൻ്റെ അമ്മയെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. കൽപ്പനയോട് പറഞ്ഞാൽ ആദ്യം ഞാൻ അമ്മ വിളിച്ചത് എന്താ കാര്യം നോക്കുന്നത്, അനിയത്തിക്കും ചേട്ടത്തിക്കും സംസാരിക്കാൻ കുറേ നേരമുണ്ടല്ലോ, ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാമെന്നിങ്ങനെ പ്രിയങ്ക പറയുന്നുണ്ട് കേട്ടോ കൽപ്പനയോട്.
അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് വരൻ്റെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് റൂമിൽ അസ്വസ്ഥനായിട്ട്. അപ്പോഴേക്കും അവിടെ പ്രിയങ്ക കയറി വരുന്നുണ്ട്. പ്രിയങ്ക മെല്ലെ വന്നിട്ട് വരൻ്റെ കയ്യിൽ പിടിക്കുന്നുണ്ട്. അങ്ങനെ അപ്പോൾ വരുൺ എന്താ ചെയ്യുന്നത്, കൈ തട്ടി മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്രിയങ്ക ചോദിക്കുന്നുണ്ട്, സ്വന്തം ഭർത്താവിൻ്റെ കയ്യിലൊന്നും തൊടാൻ പോലും അവകാശമില്ല എന്നൊക്കെ, നീ എൻ്റെ കയ്യിലൊന്നും തൊടണ്ടാന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട്, എനിക്ക് മുത്തശ്ശി അച്ഛനും പറഞ്ഞു തന്നിട്ടുള്ള ഭർത്താവിന് ദൈവത്തിൽ തുല്യം സ്നേഹിക്കുന്നത്, ഞാൻ ദൈവമായിട്ടൊന്നും കാണണ്ട, ഞാൻ വെറും ഒരു പച്ച മനുഷ്യനാണെന്നിങ്ങനെ വരുൺ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വരുൺ ഇങ്ങനെ ചൂടാകുമ്പോൾ പ്രിയങ്ക കരഞ്ഞ് അഭിനയിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട് ഭർത്താവിനെ അങ്ങനെ കാണണം ഇങ്ങനെ കാണണം എന്നൊക്കെ പറയുന്നുണ്ട്. വരുൺ പറഞ്ഞു, ഇങ്ങനെ കരഞ്ഞ് ബഹളം വെക്കണ്ട, നീ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഇവിടെ ഉള്ളവർ ഇങ്ങോട്ട് ഓടി വരാൻ നിൽക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ മരിച്ച വരുന്ന സന്തോഷമാകൂ, പെട്ടിക്കടിയിൽ പൊട്ടിക്കിടുന്ന സ്വർണ്ണത്തരികളും കിട്ടാവുന്നിടത്തുനിന്നൊക്കെ കടം വാങ്ങിച്ചിട്ടാണ് എൻ്റെ അച്ഛൻ എന്നെ വരുണിൻ്റെ മുമ്പിലേക്ക് കെട്ടിച്ചയച്ചതെന്നൊക്കെ അങ്ങനെ ഭയങ്കരമായിട്ട് സെൻറ്റിമെൻ്റലായിട്ട് പറയുന്നുണ്ട് കേട്ടോ പ്രിയങ്ക. അത് കഴിഞ്ഞിട്ട് പ്രിയങ്ക പറയുന്നുണ്ട്, അങ്ങനെയുള്ള അച്ഛൻ്റെ മുമ്പിലേക്ക് വരുൺ എന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് തിരിച്ച് ചെല്ലാൻ പറ്റില്ല, അത് നല്ലത്, എൻ്റെ ജീവിതം ഞാനിവിടെ അവസാനിപ്പിക്കുന്നതാണെന്നൊക്കെ ഇങ്ങനെ പ്രിയങ്ക അഭിനയിച്ച് തകർക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പ്രിയങ്ക പറയുന്നുണ്ട്, വരൻ്റെ മുമ്പിൽ നവവധു തൂങ്ങി മരിച്ചെന്നൊക്കെ കേട്ടാൽ അത് പിന്നെ അങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വരൻ്റെ വീട്ടുകാർക്ക് അത് ബുദ്ധിമുട്ടാകും, പിന്നെ ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോകണം, ഞാൻ വരനെ സ്നേഹിച്ചുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ വരനും എന്തോ അസ്വസ്ഥത പോലെ തോന്നുന്നുണ്ട്. എന്നിട്ട് പ്രിയങ്ക അപ്പുറത്ത് ചെന്നിട്ട് റൂമിൻ്റെ വാതിൽക്കൽ നിന്നിട്ട് ഒളിഞ്ഞ് നോക്കുന്നുണ്ട് കേട്ടോ വരുണിനെ. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് രാധിക വാതിൽപ്പടിയിൽ എന്തോ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും നന്ദൂട്ടൻ വരുന്നുണ്ട്, ചേച്ചി 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 എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ചേച്ചി എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് അറിയുന്നുണ്ട്. ഒന്നുമില്ല എന്ന് പറയും. ചേച്ചി എല്ലാവരും കൂടി പറ്റിച്ചല്ലേ, എനിക്കറിയാം ചേച്ചി ഇവിടെ ഇരിക്കുന്നത് എന്താണെന്ന്, വരുണേട്ടൻ്റെ കൂടെ ചേച്ചിയെ പറഞ്ഞയച്ചില്ലല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാധിക പറയുന്നുണ്ട്, മോനത് മറന്നേക്കും, മോനോട് ഞാൻ പറഞ്ഞില്ല ഇനി അത് പറയരുതെന്ന്. അപ്പോൾ നന്ദൂട്ടാന്ന് പറയുന്നുണ്ട്. നന്ദൂട്ടൻ പറഞ്ഞ, ചേച്ചി നമുക്ക് നടക്കാവിൽ സിനിമയുടെ ഷൂട്ടിങ് നടക്കുന്നുണ്ട്, നമുക്ക് പോകാൻ ചേച്ചി എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, ഞാനില്ല മോൻ പോക്കോ, ഇത്ര അടുത്തൊരു ഷൂട്ടിങ് നടന്നിട്ട് എങ്ങനെ പോകാതെ, നമുക്ക് പോകാൻ ചേച്ചി, വാ ചേച്ചി എന്നിങ്ങനെ രാധികയെ നിർബന്ധിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് രാധിക തീരെ സമ്മതിക്കുന്നില്ല കേട്ടോ. അങ്ങനെ നന്ദൂട്ടനോട് ദേഷ്യം പറയുന്നുണ്ട്, നമുക്ക് മനസ്സിലാവില്ല പറഞ്ഞായിരുന്നു. അപ്പോഴേക്കും യശോദ വരുന്നുണ്ട്, എന്താ മോനെ എന്നിങ്ങനെ അമ്മയെ അവിടെ സിനിമയുടെ ഷൂട്ടിങ് നടക്കുന്നുണ്ട്, ചേച്ചിയെ വിളിച്ചിട്ട് വരുന്നില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ രാധികയോട് പറഞ്ഞു, എനിക്ക് പൊക്കൂടെ മോളെ, നിൻ്റെ മനസ്സ് ഞാൻ എത്ര പറഞ്ഞാലും ശരിയാവില്ല, കുറച്ചൊക്കെ സമാധാനം കിട്ടണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ പോയി കാണാൻ പറഞ്ഞിട്ട് അമ്മയും കൂടി പറയുന്നുണ്ട് ഷൂട്ടിങ്ങിന് പൊക്കോളാൻ കേട്ടോ. പിന്നെ അമ്മ പറയുന്നുണ്ട്, വീട്ടിലിങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ അതിനൊന്നും പറ്റില്ല, നീ കുറച്ച് പുറത്ത് പോയി ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിൻ്റെ മനസ്സിലെ സങ്കടങ്ങൾ മാറുമെന്ന് പറയാം. അതെങ്ങനെ അമ്മയെന്നിങ്ങനെ രാധിക ചോദിക്കുന്നുണ്ട്. അതെങ്ങനെയായാലും പൊരുത്തപ്പെട്ട് പറ്റുമോ, ജീവിച്ചല്ലേ പറ്റുള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. നീ വേഗം ഡ്രസ്സ് മാറി നന്ദൂട്ടൻ്റെ കൂടെ ചെല്ലെന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നന്ദൂട്ടനോട് പറയുന്നുണ്ട്, നന്ദൂട്ട ചേച്ചിയെ നോക്കിക്കോണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നന്ദൂട്ടൻ പറയുന്നുണ്ട്, ചേച്ചി എൻ്റെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ സന്തോഷമായിരിക്കും, ഞാൻ ചേച്ചിയെ നോക്കിക്കൊണ്ടെന്നിങ്ങനെ പറയും. അപ്പോൾ രാധിക പറയുന്നുണ്ട്, അമ്മയും മുത്തശ്ശി അറിയാൻ നോക്കി, മുത്തശ്ശി അറിയാണ്ട് ഞാൻ നോക്കിക്കൊണ്ട് നീ പോയിട്ട് വരാൻ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് കൽപ്പനയും ഉർവശിയുടെ മകനൊക്കെ നിന്ന് സംസാരിക്കുന്നതാണ്. കൽപ്പന പറയുന്നുണ്ട്, അവളില്ല, പ്രിയങ്ക, അവൾ കുറച്ച് ഓവർ സ്മാർട്ടാണ്, അവളിൽ കുറച്ച് കള്ളത്തരങ്ങളൊക്കെ ഉണ്ട്, വരുൺ വെറുതെ പിച്ചും പേയും പറയുന്നതല്ല, വരുൺ പറഞ്ഞതൊക്കെ സത്യമാണ്, അവൾക്കറിയാം അവൾ ആരെ വരുതിയിൽ നിർത്തണ്ടെന്നൊക്കെ ഉള്ളത് അറിയാം, അവൾ അങ്ങനെ കളി തുടങ്ങുകയാണെന്നിങ്ങനെ കൽപ്പന പറയുന്നുണ്ട്. അപ്പോൾ ഉർവശിയും സമ്മതിക്കുന്നുണ്ട് കേട്ടോ. അവൾ ആരെയോ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടപ്പോൾ അവൾ പറയുന്നുണ്ട്, ഇവിടെ നിൽക്കുന്നില്ല, അവൾക്ക് എന്തോ ലക്ഷ്യമുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടു എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉർവശി ചോദിക്കുന്നുണ്ട്, അത് അവളെ വീട്ടുകാരോട് അങ്ങനെ വിളിച്ച് പറഞ്ഞതാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൽപ്പന പറയുന്നത്, പിന്നെ വീട്ടുകാർക്ക് അവിടെ ഉള്ളവർക്ക് അങ്ങനെ പറയാനുള്ള ത്രാണിയൊന്നും ഇല്ല എന്ന് പറയുന്നത്, ചിലപ്പോൾ അവളെ പുറത്തുള്ള ഫ്രണ്ട്സ് ആവും, അതും അല്ലെങ്കിൽ അവളുടെ വേറെ ഏതെങ്കിലും കണക്ഷൻ ആവാമെന്നിങ്ങനെ പറഞ്ഞിട്ട് ഉർവശിയുടെ മകൻ്റെ മുഖത്തേക്ക് ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ, ആയിക്കൂടെ എന്നിങ്ങനെ. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, കൽപ്പന എന്താ ഉദ്ദേശിച്ച് വരുന്നതെന്ന് ചോദിക്കുന്നത്, അതല്ല അവൾക്ക് വേറെ ബന്ധമുണ്ടെന്നാണ്, അങ്ങനെ ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഉണ്ടെങ്കിലും അതിശയിക്കാനൊന്നുമില്ലല്ലോ, അതിന് ഞാൻ തെറ്റ് പറയുന്നില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഗതിയില്ലാത്ത കാമുകനും കാമുകിയും കൂടിയിട്ട് വേറെ ഒരുത്തന്നെ അടിച്ചു മാറ്റി കല്യാണം കഴിച്ച് അവൻ്റെ സ്വത്തുക്കളൊക്കെ അടിച്ചു മാറ്റി പോണ കാലമൊക്കെ നമ്മൾ പേപ്പറിൽ കാണാറില്ല എന്നിങ്ങനെ പറയുമ്പോൾ ഉർവശിയും സമ്മതിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉർവശി ചോദിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ചിന്തിക്കുമോ, അതാവില്ല എന്നിങ്ങനെ പറയുമ്പോൾ ഉർവശിയുടെ മകൻ പറയുന്നുണ്ട്, അമ്മേ ഈ കാര്യത്തിൽ ഒരു കാര്യം വ്യക്തമാണ്, എന്തോ ഒരു ദുരൂഹത നടന്നിട്ടുണ്ടോ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഒരു മുറിയിൽ അവർ തമ്മിൽ ഉറങ്ങിയില്ല എന്നുള്ളതും ഇന്നലെ സംഭവിച്ച കാര്യങ്ങൾ ഇന്ന് വരുന്ന നേരം വെളുക്കുമ്പോഴത്തേന് പുറത്തേക്ക് പോയതൊക്കെ കൂടി ചിന്തിക്കുമ്പോൾ ഇതിലെന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്കും തോന്നുന്നുണ്ടെന്ന് ഇങ്ങനെ ഉർവശിയുടെ മകൻ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഉർവശിയുടെ മകൻ ചോദിക്കുന്നുണ്ട്, കൽപ്പന നീ വരുന്നോട് മനസ്സ് തുറന്ന് സംസാരിച്ചു, നിന്നോട് എല്ലാ കാര്യം അവൻ അങ്ങനെ പറയില്ലെന്നും, എവിടെയെന്ന് എന്നെ ദൃഷ്ടിക്ക് അവൻ കണ്ടുകൂടെ, ഞാൻ അഥവാ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എന്നെ തോൽപ്പിക്കാനായിട്ട് അവൻ പ്രിയങ്കയെ ഇഷ്ടമാണെന്ന് അങ്ങോട്ട് സമ്മതിക്കുമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ.
എന്നിട്ട് കൽപ്പന പറയുന്നുണ്ട് ചിലപ്പോൾ അവൻ അവളെ ചേർത്ത് പിടിക്കുകയും ചെയ്യും എൻ്റെ മുന്നിൽ വെച്ചിട്ടെന്ന് പറയും. ഉർവശി പറയുന്നുണ്ട് കൽപ്പനയെ ഇതങ്ങനെ പെട്ടെന്നൊന്നും എല്ലാവരുടെ കണ്ണിലും പൊടിയിട്ടിട്ട് അവൾക്ക് അങ്ങനെ രക്ഷപ്പെടാനൊന്നും പറ്റില്ല. പക്ഷെ മെല്ലെ മെല്ലെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പുറത്ത് കൊണ്ടുപോയിരിക്കുക, അതിന് വേണ്ടി നമുക്ക് കാത്തിരുന്നേ പറ്റുള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ കൽപ്പനയും പറയുന്നുണ്ട് അത് ശരിയാണെന്ന് ഇങ്ങനെ സമ്മതിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഉർവശി പറയുന്നുണ്ട് വരുന്ന അവളോടുള്ള ഇഷ്ടക്കുറവെന്ന് നമ്മൾ മനസ്സിലാക്കിയെടുത്താൽ അതൊന്നും അങ്ങോട്ട് കൊഴുപ്പിച്ച് കൊടുത്താൽ മതി, പിന്നെ എല്ലാം വഴിയെ നടന്നോളൂ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൽപ്പന പറയുന്നുണ്ട് അവൾ കൽപ്പനയോടാണ് കളി പ്രഖ്യാപിച്ച് കഴിഞ്ഞത്, അങ്ങനെ അവൾ അധിക കാലമൊന്നും കണിമംഗലത്ത് വാഴൂല, എനിക്കറിയാം എന്താ വേണ്ടതെന്നുള്ളത് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ കൽപ്പന. അത് കഴിഞ്ഞിട്ട് ഉർവശി അവരോട് പറയുന്നുണ്ട് എല്ലാവരും കൂടി മരിച്ചെന്ന് സംസാരിക്കുന്നത് കണ്ട് അത് പ്രശ്നമായി, ഞാൻ അങ്ങോട്ട് പോട്ടെ, നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ തീരുമാനിക്കാൻ കൊണ്ട് പോകുന്നുണ്ട്. ഉർവശി പോയി കഴിയുമ്പോൾ ഉർവശിയുടെ മകന് ഭയങ്കര വേറൊരു ഭാവത്തിൽ കൽപ്പനയെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൽപ്പന പറയുന്നുണ്ട് നീ എന്താ ഇങ്ങനെ നോക്കുന്നതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, നോക്കി മതിയാവണ്ടേന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൽപ്പനയുടെ മുഖം ദേഷ്യം വരുമ്പോൾ കാണാൻ പ്രിയങ്കയോടുള്ള ദേഷ്യമുണ്ടെങ്കിൽ ആ മുഖം കാണാൻ നല്ല ഭംഗിയാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൽപ്പന പറയും ആ മതി മതി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് കൽപ്പനയോട് അവൻ പറയുന്നുണ്ട് യൗവന നഷ്ടപ്പെട്ട് ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് കുറേ കഴിഞ്ഞിട്ട് നഷ്ടപ്പെടുന്ന തോന്നിയിരുന്നത് അങ്ങനെ ഇപ്പം അങ്ങനെയുള്ളൊരു കാര്യങ്ങളിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവളെ തൊടാനായിട്ട് അവൻ കൈ ഇങ്ങനെ ഉയർത്തുമ്പോൾ കൽപ്പന പറയുന്നുണ്ട് ആരെങ്കിലും കാണുന്നുണ്ട്, കൽപ്പന അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ഷൂട്ടിങ്ങാണ് കേട്ടോ. അങ്ങനെ ഡയറക്ടർ എന്ന് തോന്നുന്ന ഒരാൾ സുബിൻ എന്നാണ് ഒരു പയ്യനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ജീവൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഷോട്ട് എടുക്കാമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പയ്യൻ പറയുന്നുണ്ട് ആ ശരി സാറിന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ചോദിക്കുന്നുണ്ട് എന്തായി മാഡത്തിൻ്റെ കാര്യം. അപ്പോൾ പയ്യൻ പറയുന്നുണ്ട് സുബിൻ എന്നാണ് പയ്യൻ പറയുന്നുണ്ട് അവർ ഇന്നലെ ബാംഗ്ലൂരിൽ നിന്ന് നൈറ്റാണ് എത്തിയത്, കുറച്ച് വൈകിട്ടായാലും അവർ എത്തിക്കോളും എന്നിങ്ങനെ പറയുമ്പോൾ ഡയറക്ടർ എന്ന് തോന്നിക്കുന്ന ഒരാൾ പറഞ്ഞിട്ട് ആ ശരി ശരി എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നത് രാധികയെ നന്ദൂട്ടനൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്, സിനിമ ഷൂട്ടിങ്ങിൻ്റെ ഭാഗത്ത് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ബ്ലാക്ക് കാറിൽ അതിൻ്റെ ജീവൻ എന്ന് പറയുന്ന സിനിമ നടനാന്ന് തോന്നുന്നുണ്ട്, അതിൽ ഷൂട്ടിങ്ങിൽ അഭിനയിക്കുന്ന നടനാന്ന് തോന്നുന്നുണ്ട്, ഇങ്ങനെ വരുന്നുണ്ട്. കാറ് കൊണ്ട് നിർത്തിയിട്ട് എല്ലാവർക്കും കൈ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. പക്ഷേ എല്ലാവരും കൈ കാണിക്കുമ്പോൾ രാധ ഇങ്ങനെ കൈ കാണിക്കാണ്ട് ഒതുങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ നന്ദൂട്ടൻ പറയുന്നുണ്ട് ചേച്ചി ഇതേ ജീവൻ സാറെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും നോക്കുന്ന സമയത്ത് രാധ ഇങ്ങനെ മൈൻഡിലാതെ നിൽക്കുന്ന കാണുമ്പോൾ ഈ വന്ന നടനിങ്ങനെ രാധികയെ കണ്ണാടി ഇങ്ങനെ മറിച്ച് വെച്ച് നോക്കുന്നുണ്ട് കേട്ടോ. കണ്ണാടി ഇങ്ങനെ എടുത്തിട്ട് രാധികയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. രാധികയും പെട്ടെന്ന് നടനെ നോക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മുടെ പാർവതിയിലത്തെ ചെക്കനാണ് കേട്ടോ.